brought you in, and I could go on and on and on, and I will. Lantern burning, flickered in my mind, only you, but you were still gone, gone, gone. In losing grip on sinking ships, you showed up just in time. This love is good, this love is bad, this love is alive back from the dead. Oh, these hands had to let it go free, and this love came back to me. Oh, this love left a permanent mark. This love is glowing in the dark. Oh, these hands had to let it go free, and this love came back to me. Your kiss, my cheek, I watched you leave. Your smile, my ghost, I fell to my knees. When you're young, you just run, but you come back to what you need. This love is good, this love is bad, this love is alive back from the dead. Oh, these hands had to let it go free, and this love came back to me. Oh, this love left a permanent mark. This love is glowing in the dark. Oh, these hands had to let it go free, and this love came back to me. Was falling into place. I found a way to live it better. We were singing in the rain, and you told me to live it free. But if you dare me, I would. I'd give you all my love and affection. But if you dare me, and I would, and I'll be all night waiting alone. I got you right where I need you to be. I'll never go. I'll breathe your air just to let you feel me. I'll take you home. She fell into her ways. Sometime alone would be so perfect. Torn the magazines and pages. I love it when you are more like yourself. But if you dare me, I would. I'd give you all my love and affection. But if you dare me, and I would, and I'll be all night waiting alone. I got you right where I need you to be. I'll never
നിനക്ക് സ്തുതി കർത്താവേ, നിനക്ക് സ്തുതി നിനക്ക് സ്തുതി അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസം കർത്താവേ, നിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചവരെ ഞങ്ങളുടെ മരിച്ചവരെ നിങ്ങളുടെ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ മണികളെ വന്നവനും വരുന്നവനും മരിച്ചവരെ വിധവാക്കുന്നതിനുമായി വാഴ്ത്തപ്പെടാൻ ഉയരങ്ങളിൽ സ്തുതി. ശുദ്ധമുള്ളോ ആവാ, ശുദ്ധമുള്ളോ ആവാ, ശുദ്ധമുള്ളോ നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളു. രക്ഷിതാവായ ഉത്തരാജയുള്ള സ്ലീപ്പായാണ് ശുദ്ധമുള്ള ദുഃഖാ, ശുദ്ധമുള്ള എൻ്റെ കൂടിയിരിപ്പിൻ്റെ ഭവനങ്ങളായ ഞങ്ങളെ ദൈവമായ കർത്താവേ, കാലമൊക്കെ സ്വർഗസ്ഥനായ പിതാവേ,
എന്നെ ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സേ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമുദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥനായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചെയ്യണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതിന് അതുപോലെ ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷീനകളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. പരിശുദ്ധ സുവിശേഷം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. വിശ്വവിശുദ്ധായിൽ ഒന്നായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പറയാൻ അന്നു അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമുക്കേവർക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും സന്തോഷവും അഭിമാനവുമുള്ള നിമിഷങ്ങളാണ് മക്കളുടെ വിവാഹ ദിനങ്ങൾ. ഇന്ന് നമ്മെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നമ്മൾ പങ്കിടുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് വളരെ അകലങ്ങളിൽ നിന്നും ഇവിടെ എത്തിയ നല്ലൊരു കുടുംബാംഗങ്ങൾ, അവരുടെ സുവിചാരയും ശിവമേന്റെയും ബന്ധുമിത്രാദികൾ, അനുസിൻ്റെ കുടുംബാംഗങ്ങൾ. ഈ സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് പലപ്പോഴും വിവാഹം എന്നതിൻ്റെ പവിത്രത മനസ്സിലാക്കാതെ അത് എന്തോ കൂടിച്ചേർന്ന് ജീവിക്കുവാനുള്ള, അത് പറ്റുന്ന ദിവസങ്ങൾ അങ്ങനെ പോവുകയും പിന്നെ വേറെ പിരിയുകയും ചെയ്യാനുള്ള ജീവിതത്തെ വളരെ വില കുറച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വിവാഹത്തിൻ്റെ പവിത്രതയും വിശ്വാസ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയുമൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവാഹമെന്ന ഉദാശയിലേക്ക് പ്രവേശിക്കുന്ന തങ്ങളുടെ മക്കളെ
വിശ്വാസത്തിൽ വളർത്തിയൊരുക്കി ഇത്രയും എത്തിച്ചതിൻ്റെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി മാതാപിതാക്കളായിരിക്കുകയും അവരുടെ ആ സന്തോഷത്തിൽ നമ്മെല്ലാവരും പങ്കുചേരുകയും ചെയ്യുന്നു. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് എത്രയേറെ ഒരുങ്ങണം എന്ന്, അതിൻ്റെ ഗൗരവം എത്രമാത്രമാണെന്ന്, അത് വെറുതെ അങ്ങ് ഒന്നിച്ചു ചേരുകയും ഇഷ്ടമുള്ളപ്പോൾ പിരിയുകയും ചെയ്യാവുന്ന ഒരു കാര്യമല്ല എന്ന്, അത് വളരെ ഗൗരവത്തോടു കൂടി ആലോചിച്ചും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ തീരുമാനം അറിയിച്ചും പിന്നെയും പ്രാർത്ഥിച്ച് കാത്തിരുന്നുമൊക്കെ വേണം അതിലേക്ക് പ്രവേശിക്കാൻ എന്ന് സഭ അനുസ്മരിപ്പിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അതിനെ കൽപ്പിക്കുന്ന പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു കർമ്മമാണ് വിവാഹ വാഗ്ദാനം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളെല്ലാം കടന്നു പോകും. അതിലെന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം ബാക്കിയുള്ളവർ മറന്നു പോകും. പക്ഷേ നിങ്ങളെങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ കാണാൻ തുടങ്ങുന്നത്. നിങ്ങളെങ്ങനെയാണ് ഈ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിയതെന്നുള്ളത് ഇതിനുശേഷം, വിവാഹത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ളവർ വിലയിരുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെയും മാർ യോസേപ്പിൻ്റെയും ജീവിതത്തിൽ അവർക്ക് അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിയുന്നതിന്, അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച്, അവരുടെ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് അവർ തിരിച്ചറിയാൻ വേണ്ടി കാത്തിരുന്ന നാളുകളാണ് വിവാഹ സമ്മതത്തിന് ശേഷം വിവാഹത്തിന് ഇടയ്ക്കുള്ള ആ നാളുകൾ. ആ നാളുകളിൽ അവർ ഊണിലും ഉറക്കത്തിലും ദൈവഹിതം തിരിച്ചറിയുവാനുള്ള ശ്രദ്ധയുണ്ടായിരുന്നത് കൊണ്ടാണ് തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അവർക്ക് വ്യക്തമായി കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുവാനായിട്ട് എങ്ങനെ അതിനെ സ്വീകരിക്കണം എന്ന് ദൈവം തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരുക്കം. ഒന്ന്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ, ഏത് വിധത്തിലുള്ള ഒരു കുടുംബജീവിതമാണ് നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതെന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാനായിട്ടുള്ള ദിനങ്ങളാണിത്. രണ്ടാമത്, അങ്ങനെ ഒരുക്കത്തോടുകൂടി വ്യക്തതയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമാണ് അതിലെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നിങ്ങളിൽ നിറയുന്നത്. ആ ഒരു സന്നദ്ധതയില്ലാതെ ദൈവഹിതം തിരിച്ചറിയുവാനും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമുള്ള ഒരു സന്നദ്ധതയില്ലാതെ തങ്ങളുടെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തെ കാണുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് തട്ടിത്തകർന്ന് തീർന്നു പോകുന്നത് നമ്മളിത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ തുടർന്നുള്ള ദിനങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് ആത്മീയമായ വലിയ ഒരുക്കത്തിൻ്റെ ദിനങ്ങളായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെയും മാർ യോസേപ്പിനെയും പോലെ ദൈവത്തിൻ്റെ പദ്ധതി, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നിങ്ങളുടെ നന്മകൾ, നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കിയെടുക്കുവാൻ, പരസ്പരം അംഗീകരിക്കുന്നതിന്, അവനവൻ്റെ കുറവുകളെ മനസ്സിലാക്കുന്നതിന്, മറ്റൊരാളുടെ നന്മകളെ മനസ്സിലാക്കുന്നതിന്, അവനവൻ്റെ നന്മകളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം മറ്റൊരാളുടെ നന്മകളെ വളർത്തിയെടുക്കുന്നതിന്, കർമ്മങ്ങൾക്കോ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾക്കൊക്കെ, ബാക്കിയായ ഒരുക്കങ്ങൾക്ക് മാത്രമേ ബാക്കിയുള്ളവർക്ക് സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാർത്ഥനയിലൂടെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പക്ഷേ ബാക്കി ഒരുക്കമെല്ലാം നിങ്ങളെ ആശ്രയിച്ചായിരിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ഒരുക്കം മുഴുവൻ നിങ്ങളെ ആശ്രയിച്ചായിരിക്കും. അതുകൊണ്ട് ഇനിയുള്ള നാളുകൾ ഏറ്റവും പ്രാർത്ഥനയോടെ, ഏറ്റവും ശാന്തതയോടെ, നന്നായിട്ട് ഈ വിവാഹമെന്ന ഉദാശയ്ക്കായിട്ട് ഒരുങ്ങുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി തിരിച്ചറിയുവാൻ നിങ്ങൾക്കിടയാകട്ടെ. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ, അങ്ങനെ കുടുംബജീവിതത്തിൻ്റെ, വിവാഹത്തിൻ്റെ ശ്രേഷ്ഠത മറയിൽ ഉയർത്തപ്പെട്ട പട്ടണം പോലെ, പീഠത്തിന്മേൽ കൊളുത്തിയ ദീപം പോലെ ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങളുടെ ഇടവകയിൽ ശോഭിക്കുവാൻ, നിങ്ങളുടെ മാതൃക കണ്ട് നിങ്ങളുടെ മക്കൾക്കും അതുപോലെ മറ്റുള്ളവർക്കും വളർന്നു വരുന്ന തലമുറകൾക്കുമൊക്കെ വിവാഹ ജീവിതം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കുവാൻ, അതിലേക്ക്, ആ ദൈവവിളിയിലേക്ക് നടന്നെടുക്കുവാൻ, സന്തോഷത്തോടെ അഭിമാനത്തോടെ അതിലേക്ക് നടന്നെടുക്കുവാൻ നിങ്ങളുടെ ജീവിതം കാരണമായി തീരട്ടെ. നിങ്ങളെ വിശ്വാസത്തിൽ വളർത്തിയൊരുക്കിയ മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഈ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സഹോദരങ്ങളെ
സ്നേഹവും സൗഹൃദവും ഒക്കെ പകർന്നു കൂടി ഉണ്ടായിരുന്ന സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഗുരുജനങ്ങളെയൊക്കെ ഈ വേദിയിൽ ഓർക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസൻ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയശുദ്ധിയിലും അനിശ്ചിതമായ വിവാഹ ജീവിതം നയിക്കുവാൻ ഇവരെ സജ്ജരാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കുദാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടിയും മരണം വരെ നിലനിൽക്കുന്ന ബന്ധവുമാണെന്ന് ഉത്തമ ബോധ്യത്തോടുകൂടി അത് സ്വീകരിക്കാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുന്നതിനായി തിരുവമ്പിലണിഞ്ഞിരിക്കുന്ന അങ്ങയുടെ ദാസമേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും മുതലും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങൾ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. റിയാൻസ് എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ അനുവെന്ന് വിളിക്കുന്ന അന്നമ്മയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? അനുവെന്ന് വിളിക്കപ്പെടുന്ന അന്നമ്മ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ റിയാൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഇതിന് സാക്ഷികളാണല്ലോ. വിവാഹ വാഗ്ദാനം നടത്തിയ റിയാൻസ് അനു മിശിഹ അനുഗ്രഹിച്ച് ആസ്വദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. വിവാഹ വാഗ്ദാനം ചെയ്ത് ഈ ദാസനുടമേ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നാഥനായ മാറിയുടെയും ഞങ്ങളുടെ പിതാവായ മാർത്തുമാ ശ്രീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന് കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റെബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉചിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കുദാശിക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ദുർകർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. Footprints in the sand. I knew the way and never had to question it. But sometimes I wondered if there was a better view. Got turned around and thought I lost my way to you. Wasn't my plan, but I lost my anchor. Happened so fast when the riptide takes you in over my head, and my strength can't save myself from dreaming.
can see now it's you that I've been missing, you that I've been searching for. I was looking for you. I was looking for you. Thought I was looking for you. Yeah, I was looking for you. Here we go, nothing in our way. The world is ours today, and we've only just begun. Chase the light, time is on our side. The future's open wide as we face the golden sun. What a time to be alive as our dreams awake to life. Hold on tight. ശ്രീ ചാക്കോ, മാതാവ് ശ്രീമതി രേമ, ഇവരെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.